പത്രപ്രവർത്തകൻ, അധ്യാപകൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ സുനിൽ കൊടുവന്നൂരിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ സുഹൃത്ത് വേദിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ ദ്വാരക ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സുഹൃത്ത് വേദി പ്രസിഡന്റ് കെ ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇടപെടാൻ തുടങ്ങിയ കാലം മുതൽ വളരെ സ്നേഹത്തോടെ സംബോധന ചെയ്ത് വിളിക്കുന്ന ഒരു വിളി എന്ന് പറയുന്നത് നമുക്ക് തന്നെ വളരെ സന്തോഷം തോന്നുന്ന രീതിയിലാണ്. അത്രയ്ക്കുള്ള ഒരു ഇടപെടലാണ് സുനിൽ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പ്രതികരണം പറഞ്ഞതിൽ ഒരാളോട് പോലും മുഷിഞ്ഞ് സംസാരിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. എന്ത് കാര്യത്തിന് വന്നാലും വളരെ പ്ലസന്റ് ആയിട്ട് ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഓടി വന്ന് ചേച്ചി ഇങ്ങനെ ഒരു കാര്യമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു ഓടി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അത് പറയാനും അത് കേൾക്കാനും ഇതൊക്കെയാണ് ഒരു മാനുഷികത എന്ന് പറയുന്നത്. എല്ലാവർക്കും മനുഷ്യരെ മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് ഒരിക്കലും ആ വീട്ടുകാർക്ക് തന്നെ ഒരിക്കലും താങ്ങാൻ കഴിയില്ല. എന്തായാലും തീർച്ചയായിട്ടും ആര്യൻ ഒരു വലിയ വിജയമാണ് SLC പരീക്ഷയ്ക്ക് കൈവരിച്ചത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വലിയ സന്തോഷവും അതിലൂടെ എല്ലാവരോടും അത് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല നമ്മൾ വേണ്ടത്. അതുകൊണ്ട് ആര്യൻ വളരെ നന്നായിട്ട് പഠിച്ച് അച്ഛൻ്റെ ഈ ഓർമ്മകളൊക്കെ എല്ലാവരും പറയുന്നത് കേട്ട് നല്ല ഒരു മോനായി മാറുകയും നന്നായി പഠിക്കുകയൊക്കെ വേണമെന്ന് കൂടി അവസരത്തിൽ ഞാൻ പറയുകയാണ്. മുൻ ചെയർമാൻ എം പ്രദീപ് ചടങ്ങിൽ സംസാരിച്ചു. ഈ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കാലത്താണ് ഞാനാണ് മാതൃഭൂമിയുടെ പുതിയ ലേഖകൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ചുമതല ഏൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നത് മാത്രമേ വളരെ ഒരു ഹാസ്യരൂപേണ ചിരിച്ചുകൊണ്ട് എപ്പോഴും അദ്ദേഹം ദേഷ്യപ്പെട്ടതായി നമുക്കൊരിക്കലും കാണാൻ വേണ്ടി കഴിയില്ല. അത് എന്തു വന്നാലും ചിരിച്ച് പ്രതികരിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക കഴിവാണ് അദ്ദേഹത്തെ. അങ്ങനെ മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ വേറെ പ്രത്യേകത, അദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ളത് ഒരിക്കലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. കാലാന്തരേണയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച സാഹചര്യത്തിലൂടെ അദ്ദേഹം ഒരു കവിയായിരുന്നു, അദ്ദേഹം ഒരു കലാകാരനായിരുന്നു, അദ്ദേഹം അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന് കഴിവുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് ബോധ്യമായിരുന്നു. അഡ്വക്കേറ്റ് CJ രാജേഷ് കുമാർ, തഹസിൽദാർ T വേണു, സാഹിത്യകാരൻ MM പുരവൂർ, അവനവഞ്ചേരി രാജു, അഡ്വക്കേറ്റ് മുഹ്സിൻ N സാബു, സംവിധായകൻ മഞ്ജിത് ദിവാകരൻ, കവി വിജയൻ പാലാഴി, ഇളമ്പ ഉണ്ണികൃഷ്ണൻ, K നിസാം, BR ഷിബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.